ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മഞ്ജിമ വ്ളോഗ്സ്. ഇത് തടിക്കാട് പുളിമുക്ക് ജംഗ്ഷൻ. ഈ കാണുന്നതാണ് പുളിമുക്ക് ജംഗ്ഷനിന് തൊട്ട് ചേർന്ന് കാണുന്നതാണ് തടിക്കാട് മുസ്ലിം ജമാഅത്ത്. ഇത് ഒരു വലിയ ജമാഅത്താണ്. തടിക്കാടിൻ്റെ ലാൻഡ്മാർക്കായിട്ട് നിലകൊള്ളുന്ന ഇതാണ് ഈ മസ്ജിദ്. ഇവിടെ നിന്ന് ഒരുപാട് മുത്തല്ലിമീങ്ങൾ പിള്ളേർ പഠിച്ചിറങ്ങി കേരളത്തിൻ്റെ പല ജില്ലകളിലും ഹത്തീബന്മാരായിട്ട് ഇന്നും ജോലി നോക്കുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ അംഗമായിട്ടുള്ള ഒരു ജമാഅത്താണിത്. തടിക്കാടിൻ്റെ അഭിമാനമാണ് ഈ ജമാഅത്ത്. അതിൽ അംഗങ്ങളായതിൽ ഞങ്ങളും അഭിമാനിക്കുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഈ ജമാഅത്തിനോട് ചേർന്ന് തന്നെ CBSE സ്കൂളുണ്ട്. ഇതിൻ്റെ വകയായിട്ട് 7th സ്റ്റാൻഡേർഡ് വരെ ഉണ്ട് ഈ സ്കൂളിൽ. അതിനോടൊപ്പം തന്നെ മദ്രസ വിദ്യാഭ്യാസമുണ്ട്. ഒരുപാട് പിള്ളേർ പഠിക്കുന്ന സ്കൂളാണിത്. ഇവിടെ നിന്ന് ഉയർന്ന മാർക്കോടുകൂടി ജയിച്ചാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനായിട്ട് കുട്ടികൾ മറ്റ് സ്കൂളുകളിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്നു. അപ്പോൾ 2 ദിവസം കൊണ്ട് കറണ്ട് ഇല്ലാത്തത് കാരണം ഞങ്ങൾക്ക് അരിയൊന്നും അരച്ച് വയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ പൊറോട്ട ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ച്. അപ്പം ഞങ്ങളുടെ സിജിയാണ് പൊറോട്ട മേക്കർ. അപ്പം സിജിയുടെ പരിശ്രമത്തിൻ്റെ ഫലമായി പൊറോട്ട അടിച്ചു തുടങ്ങി. പൊറോട്ട അടിക്കുന്നുണ്ടോ? സിജി പൊറോട്ട ചുറ്റുന്നു. സിജി രാവിലെ തന്നെ അതിനുള്ള മാവൊക്കെ റെഡിയാക്കിയായിരുന്നു. പൊറോട്ട ചുടുന്നു. സിജി പൊറോട്ടയിൽ സ്പെഷ്യലിസ്റ്റാണ്. സിജിയുടെ പൊറോട്ട നല്ല ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ പൊറോട്ടയ്ക്ക് ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി റെഡിയായി. ഇതിനോടൊപ്പം തന്നെ പിന്നെ ഇടിയപ്പവും മുട്ട റോസ്റ്റും ഉണ്ട്. സിജി പൊറോട്ടയെ അടിച്ചൊരു പരുവമാക്കി വെച്ചിരിക്കുക.